ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നമുക്ക് അങ്ങനെ മിനി പി സി നമുക്ക് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അതായത് നമ്മൾ കീബോർഡും മൗസും വെച്ച് നമുക്ക് അങ്ങനെ ഫ്രീ ഫയർ കളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനു മുന്നേ ഞാൻ ഇപ്പോൾ ഒരു ഇൻട്രോ കാണിക്കാം. അപ്പോൾ ആ ഇൻട്രോ എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വയസ്സ് എല്ലാവരും ഇൻട്രോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻട്രോ കണ്ടിട്ട് ആർക്കെങ്കിലും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പാർട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം, അതായത് കീബോർഡ്, മൗസ്, USB ഹബ്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ GG മൗസ് ബോർഡ് ആക്ടിവേഷൻ ആണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GG മൗസ് ബോർഡിൻ്റെ കീ മാപ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ കഴിച്ച് ഈ 3 കാര്യങ്ങളാണ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കീബോർഡ്, മൗസ്, ബാക്കി കാര്യങ്ങൾക്കെല്ലാം എത്ര കോസ്റ്റ് ആവുന്നുള്ള ഇതാണ് ഈ വീഡിയോ വഴി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ലോ ബഡ്ജറ്റ് PC സെറ്റപ്പാണ്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൾ ഇട്ട് വെക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ജസ്റ്റ് പിന്നെ അറിയാവുന്ന ഷെയറുകൾക്ക് കൂട്ടുകാർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ആയിട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്കൊരു കീബോർഡ് വേണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു മൗസും കൂടി വേണം. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ കീബോർഡും മൗസുമാണ്. അപ്പോൾ ഇത് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ USB ഹബ്ബ്. അപ്പോൾ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം തന്നെ നോക്കി വാങ്ങാൻ വേണ്ടി നോക്കുക ഗൈസ്. ഓക്കെ, ഇത് ഓഡിയോ ക്യാപ്ചറാണ്. അപ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് ടീ ബോക്സ്. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്കൊരു സ്മാർട്ട് ഫോൺ വേണം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് പോക്കോ S എന്നിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നൈസാണ്. ഓഡിയോ ജാക്കില്ല എന്നുള്ള കുഴപ്പമേ ഉള്ളൂ. പിന്നെ എപ്പോഴും തന്നെ കുറച്ച് ഹീറ്റ് അധികം ഉണ്ടാകും. ഓക്കെ, 8 Gen പ്രോസസ്സറാണുള്ള സ്നാപ്ഡ്രാഗൺ, അതിൻ്റെ ഒരു ചെറിയൊരു ഹീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്കൊരു മൊബൈൽ ഹോൾഡറാണ്. ഇത് അത്യാവശ്യം ചീപ്പ് റേറ്റ് ആയിട്ടുള്ള ഹോൾഡറാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് ഞാനിപ്പോൾ ഇത് മുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാവർക്കും അഫോർഡബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്. ഓക്കെ, അപ്പോൾ ഈ ഓഡിയോ ക്യാപ്ചർ കാർഡൊന്നും വേണമെന്ന് നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഇതാക്കിയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കൺവേർട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, C ടൈപ്പ് കൺവേർട്ടർ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ലെങ്ത്ത് കിട്ടാൻ, ടീ ബോക്സിന് കുറച്ചും കൂടെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കൺവേർട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായതുകൊണ്ട് അവിടുത്തെയുള്ള വയറ് കാര്യങ്ങളൊക്കെ കുറച്ച് ലോങ്ങിലൊക്കെ ആക്കി വെക്കാനും ഒരുപാട് വീഡിയോ എടുക്കാനാണെങ്കിലും നമുക്കൊരു അത്യാവശ്യം കുറച്ചൊരു പ്രീമിയം ലെവലിൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനത്തെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കത് ഓപ്ഷനിലാണ് വാങ്ങാതിരിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ടീ ബോക്സിൽ നമ്മൾ USB ഹബ്ബ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഹബ്ബ് ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗസിൻ്റെ USB പോർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീബോർഡിൻ്റെ USB പോർട്ട് ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്ലഗ് ഇൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കീബോർഡും മൗസ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓഡിയോ ക്യാപ്ചർ കാർഡ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബോട്ടിൻ്റെ ഹെഡ്സെറ്റാണ്. അപ്പോൾ ആ ഹെഡ്സെറ്റ് ഞാൻ ഇപ്പോൾ മുകളിൽ കാണിക്കാം. ഓക്കെ, ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുറച്ച് റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ ഈ കീ മാപ്പിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്കൊരു PC വാങ്ങുന്ന പൈസക്ക് നമുക്കൊരു മൊബൈൽ PC ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, അത്യാവശ്യം നൈസായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നമ്മളെ GG മൗസ് പ്രോയിൽ ജസ്റ്റ് ഒന്ന് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് തരാം, അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ കുറച്ച് കീ മാപ്പിങ്ങും ചെയ്യണം.
അപ്പം ഇതിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ. എനിക്ക് കളിക്കാനൊന്നും അറിയില്ല, ഞാനിതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. PC ഇതുവരെ കളിച്ചിട്ടില്ല, ജസ്റ്റ് 2-3 ദിവസം കളിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രോ ലെവലായിട്ട് എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ നിങ്ങൾ പുതിയ കൂട്ടുകാർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. ഓക്കെ, ബൈ.